ഇന്ന് രാവിലെ തന്നെ ഞാൻ കട്ടിപ്പൊളി ഫ്രഷ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള ചെമ്മീനാണ്. ചെമ്മീൻ കണ്ടപ്പോൾ തന്നെ ഇന്ന് പൊളിക്കും ഞങ്ങെന്ന് പറഞ്ഞു. പക്ഷേ തൊണ്ട് പൊളിച്ച് വന്നപ്പോൾ തൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി തൊണ്ട് അങ്ങനെ കറിയിലിട്ടാലോ, കാരണം ഇത്രയും തൊണ്ട് കളയാൻ തോന്നിയില്ല, കാരണം മാംസമൊന്നും ഇല്ല അധികം. അപ്പോൾ തൊണ്ട് തന്നെ വേറെ ഒരാൾ വന്നിട്ടുണ്ട്. അയാൾക്ക് തൊണ്ട് ഇട്ട് കൊടുത്ത് ഞാൻ ചെമ്മീൻ കഴുകി നല്ല വൃത്തിയാക്കി ഉരച്ച് കഴിയിട്ടുണ്ട്. അപ്പോൾ കാരണം മണ്ണുള്ള കാരണം ചെമ്മീനൊക്കെ നല്ലോണം ഉരച്ച് കഴുകണം, അല്ലെ മണ്ണ് കടിച്ചാൽ കറി ഒന്നിനും കൊള്ളില്ലാണ്ടാവും. അപ്പോൾ കറിക്കുള്ളത് ഉരുളക്കിഴങ്ങും മാങ്ങയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉരുളക്കിഴങ്ങും മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഇട്ടാണ് കറി വെക്കുക. പക്ഷേ മുരിങ്ങക്കായ് പ്രാവശ്യം ഉണ്ടായില്ല, അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലേക്ക് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് വരച്ച അരപ്പാണ് കേട്ടോ കറിക്കുന്നത്. കാരണം തേങ്ങാപ്പാൽ എടുക്കാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ നാളികേരക്ഷാമം കാരണം ഇതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ തേങ്ങാപ്പാൽ ഇതിലും ടേസ്റ്റാണ് കേട്ടോ, അത് ചെയ്ത് നോക്കണേ. അരപ്പും ടേസ്റ്റാണ്, പക്ഷേ ഇതിനും ടേസ്റ്റ് പാല് പിഴിഞ്ഞ് കറി വെക്കണതായിരിക്കുള്ളൂ. അപ്പോൾ അതിൽ കഴുകി വെച്ച ചെമ്മീനും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം തീ കൂട്ടിയിട്ട് അതിലേക്ക് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ നല്ലോണം തള വന്നിട്ടുണ്ട് ചെമ്മീൻ കറിക്ക്. അപ്പോൾ കണ്ട നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും മാങ്ങയും ചെമ്മീനും ഒക്കെ നല്ലോണം വെന്ത് നല്ല കുഴ രൂപത്തിൽ വന്നിട്ടുണ്ട്. ചെമ്മീൻ കറി ഈ രൂപത്തിലിരിക്കണം കേട്ടോ, വെള്ളം പോലെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ചെമ്മീൻ കറിയുടെ കൂടെ നമുക്ക് മസ്റ്റ് എന്താണ്? പപ്പടം ഇല്ലെങ്കിൽ ഒരു ഇതില്ലല്ലേ. അപ്പോൾ പുട്ടിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും പപ്പടം മസ്റ്റാണ്. അതിവിടെ നിർബന്ധമാണ്. കുട്ടികളുള്ള കാരണം എപ്പോഴും പപ്പടം തന്നെ കാച്ചും. അപ്പോൾ പപ്പടം കാച്ചണതിൻ്റെ ഇടയിൽ നമുക്ക് ഇടങ്ങേറ് വന്നു. മോളെ 2 ചെറുനാരങ്ങ എടുത്ത് പിഴിയെന്ന് പറഞ്ഞു. പക്ഷേ ചെറുനാരങ്ങ നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ 2 കയറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി പാലും പഞ്ചസാരയും തണുത്ത വെള്ളം കൂടിയിട്ട് അടിച്ചങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കൂടി അടിച്ച് അച്ഛനൊരു ഗ്ലാസ്, എനിക്കൊരു ഗ്ലാസ്, അമ്മക്കൊരു ഗ്ലാസ്, അങ്ങനെ എടുത്ത് വെച്ച്. അനുവാവക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുടിക്കുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്, ജ്യൂസും കുടിച്ച്. അപ്പോൾ ഇത്തിരി ഉഷാറായല്ലോ. അപ്പോൾ എന്താ ഈ 3-4 ചെമ്മീൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്യാരറ്റിൻ്റെ പൊരിയലിൻ്റെ കൂടി ചെമ്മീനും കൂടി ഇട്ടിട്ട് പൊരിയലുണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാകും? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ക്യാരറ്റ് നല്ലോണം കുനാന്ന് അരിയണം കേട്ടോ, ചെറുതാക്കി അരിയണം. കാരണം കട്ടി കൂടിയായാലും അത് വേവാനൊക്കെ പണിയാണ്, ആദ്യം തന്നെ വേവണം. അപ്പോൾ അതിന് വേണ്ടി നാളികേരം, സബോള, പച്ചമുളക്, ചെമ്മീൻ വേണം കേട്ടോ. അപ്പോൾ തന്നെ വെളിച്ചെണ്ണയിൽ നമുക്ക് കടുക് പൊട്ടിച്ച് അരിഞ്ഞു വെച്ച സബോളയും പച്ചമുളകും അതിലിട്ട് കഴുകി വെച്ച ചെമ്മീൻ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ ചെമ്മീൻ വേവണ വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റ് മൂടി വെച്ചാലും വേണ്ടില്ല, കാരണം നമ്മൾ വേവിച്ച ചെമ്മീനല്ലല്ലോ ഇട്ടത്, പച്ചക്കന്നല്ല. അപ്പോൾ അത് വേവിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് നല്ലോണം ഇളക്കാം. എന്നിട്ട് ആ ക്യാരറ്റിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് ഇളക്കി കുറച്ച് ചിലവി വെച്ചിരിക്കണം നാളികേരം കൂടെ അതിൽ ആഡ് ചെയ്ത് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മുടെ ക്യാരറ്റ് ചെമ്മീൻ പൊരികൾ റെഡി. ആഹാ, എന്താ ടേസ്റ്റ്, സൂപ്പറാണ് കേട്ടോ. അത് മാത്രം മതി ചോറിനാനേ. അപ്പോൾ ചൂട് ക്യാരറ്റ് ചെമ്മീൻ പൊരികൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളെ ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് ഊറ്റണം. ചോറ് ഊറ്റി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പണി നമുക്ക്, ഞങ്ങളോടൊന്നും അല്ല കേട്ടോ, എല്ലായിടത്തും എന്താണ് അടുക്കള വൃത്തിയാക്കലായിരിക്കുള്ളൂ. ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ട് അടുക്കള. ഇനി ഇതിനൊന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ അതിനെ ഒന്ന് പരമാവധി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് ഇനി ചോറിനല്ലേ. അപ്പോൾ ചൂട് ചോറും അതിന് കൂടി ചെമ്മീൻ ക്യാരറ്റ് പൊരിയലും പപ്പടവും മീൻകറിയും അച്ചാറും കൂട്ടി ഒരു കുഴ